ഹലോ ഗൈസ്, റെയിൽ കോസ്റ്റഡിക്കലായിരിക്കും വെൽക്കം. ഗൈസ്, നമ്മളൊന്നൊരു 3M ചലഞ്ച് ഗെയിം കളിക്കാൻ പോവാണ്. ഈ ഗിഫ്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ വീണ്ടും വീണ്ടും പറയണേ. ഹലോ ഗൈസ്, റെയിൽ കോസ്റ്റഡിക്കലായിരിക്കും വെൽക്കം. ഗൈസ്, നമ്മളൊന്നൊരു 3M ചലഞ്ച് ഗെയിം കളിക്കാൻ പോവാണ്. 3 മാസത്തിന് ശേഷം നമ്മൾ വീഡിയോ പറഞ്ഞത്. അത് എൻ്റെ മൈൻഡിൽ എന്ന് വെച്ചാൽ അത്രയും ഡിസ്റ്റർബൻസ് ആയിരുന്നു. വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡേ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ വിഷ്ണു വന്നിട്ട് ഞങ്ങൾക്കൊരു ഗെയിം കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങളത് കളിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേര് ചോരറ്റ് ഗെയിം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ക്രോമിലോ ഗൂഗിളോ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്താൽ മതി. ഞാൻ അത് ഷോർട്ടായിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി പറയാം. ഇതെന്ന് വെച്ചൊരു 7 വയസ്സിലെ ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ്. ഈ കുട്ടിയുടെ പേര് ചോരട്ന, അങ്ങനെ എന്തോ പേരാണ്. കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് അറിയില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ക്രോമിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് ഒരു കൂടോത്രം ഈ ബ്ലാക്ക് മാജിക് ഒക്കെ നടത്തുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയിൽ നിന്ന് ഒരു ഗ്രാമത്തിലെ താമസിക്കുന്നവർ ഇത് താമസിക്കുന്ന ഇടയിൽ ഈ സ്ത്രീ ചെയ്യണത് ഇവിടുത്തെ നാട്ടുകാർക്കൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീനെ ആ റോട്ടിൽ വെച്ചിട്ട് ഇവരൊക്കെ കൂടിയിട്ട് കത്തിച്ച് കൊല്ലുകയാണ്. കത്തിച്ച് കൊല്ലുമ്പോൾ ഈ കുട്ടി അത് കണ്ടിട്ട് പേടിച്ചിട്ട് ഒരു കാട്ടിക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു. ആ ഓടിപ്പോയിട്ട് ആ കുട്ടി പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ. ചിലർ പറയണു ആ കുട്ടി, അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ആ കുട്ടി മരിച്ചു, ആ കുട്ടിയുടെ പ്രായം ഇപ്പോഴും നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ ഗെയിം ഡീറ്റെയിൽസ്, കളിക്കുന്ന റൂൾസൊക്കെ ഞാൻ കളിക്കുന്ന ഇടയിൽ തന്നെ പറയാം. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ കാണാം. ലെറ്റ്സ് സീ. ഗൈസ്, നമ്മുടെ ഇപ്പോൾ ചോരറ്റ് ഗെയിം സ്കാരി 3M ചലഞ്ച് ഗെയിം ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ കളിക്കുക വേണ്ടോ. ഞാൻ കളിക്കുന്നതിനോട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇത് എൻ്റർടൈൻമെൻറ്റ് മാത്രം കളിക്കുന്നതാണ്. നിങ്ങൾ ഇത് വേറെ ഇതിൽ എടുക്കണ്ട, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് മാത്രം എടുക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ കണ്ടൻറ്റ് അങ്ങനെ കാരണം റിസ്ക് എടുത്ത് കാണിക്കുന്നു. ലെറ്റ്സ് ഗോ, കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബൊമ്മ ഇതാണ് കുട്ടിക്ക് കൊടുക്കാൻ പോകുന്നത്. ചോരറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്, ഗിഫ്റ്റായിട്ട് കൊടുത്താൽ മാത്രം ആ കുട്ടി നമ്മുടെ ഒപ്പം കളിക്കാനുള്ളത് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഘട്ടം നമ്മൾ കസാര വെച്ചിട്ടുണ്ട്, ഗ്ലാസ് വെച്ചിട്ടുണ്ട്, കണ്ണാട വെച്ചിട്ടുണ്ട്. ഇനി കണ്ണാട നേരെ ഒരു ടോർച്ച് ലൈറ്റ് കത്തിച്ച് വെക്കണം. അത് നമുക്ക് വെക്കാം. ടോർച്ച് ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്, നമുക്കിത് നേരെ വെക്കുക. വിഷ്ണു ഉണ്ട്. അപ്പോൾ നമുക്ക് കുട്ടീനെ വിളിക്കാം. ചോരറ്റ്, നിനക്ക് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, നിനക്ക് വന്ന് എടുക്കണതാണ്. നിൻ്റെ അമ്മയുടെ കഥ ഞാൻ കേട്ടിട്ട് വല്ലാത്ത ഒരു ഇമോഷനായി. നിനക്ക് വരാം. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ടോർച്ച് നമ്മൾ നേരെ കണ്ണാട ഗ്ലാസ്സിന് നേരെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റത്തെ ഘട്ടം സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബൊമ്മ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ടോർച്ച് എടുത്ത് കത്തിച്ച് ഗ്ലാസ്സിന് നേരെ വെച്ചിട്ട് നമ്മൾ വിളിച്ചിട്ട് വരുമെന്ന് നോക്കണം. വരികയാണെങ്കിൽ പോലും നമ്മൾ തിരിഞ്ഞ് നോക്കാൻ പാടില്ലെന്ന് പറയണത്.
തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നവും. നമ്മൾ ഗ്ലാസ് കൂടെ നമ്മുടെ ബാക്കിൽ എന്തെങ്കിലും രൂപം കണ്ടോ എന്ന് നോക്കണം. നീ അതേ നോക്ക്, നീ ഇതിൻ്റെ ബാക്കിൽ നിൽക്കണ്ട, നീ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്താൽ മതി. ബാക്കിൽ നിന്ന് നോക്കും വേണ്ടട്ടാ. ബൊമ്മ എനിക്ക് കഴിഞ്ഞാൽ ആ കുട്ടി വന്നു നിർത്തം ചോരട്ട്. നീ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് ഈ ബൊമ്മ എടുക്കാം, ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ്. അതുപോലെ ഈ ബൊമ്മ നിങ്ങൾക്ക് ഓർമ്മ മറക്കുന്നത് കമൻറ്റ് ചെയ്യാം. നമ്മളൊരു 2-3 വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ടോർച്ചിലിട്ട് കെട്ടാ. ഇതപ്പോഴെ കെട്ടണ കണ്ടില്ലേ? ചോര എനിക്ക് വരാം, എന്നോട് സംസാരിക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് നിന്നോട്. മാക്സിമം ഇപ്പോൾ എത്ര മണി? 12 മണി കഴിഞ്ഞാൽ 12 മണി കഴിഞ്ഞിട്ട് 3am ചാലഞ്ചാണ്. പക്ഷെ ഞങ്ങൾ 12 മണിക്ക് കളിക്കാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് മഴ ചാർന്നുണ്ട്. പോകാൻ നേരം എനിക്ക് മഴ കൂടുന്നുള്ള പ്രശ്നം തന്നെയുണ്ട്. കേടുണ്ടല്ലോ തിരക്കിടിക്കുക. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങും. അതൊരു പ്രശ്നം ഉണ്ടാവില്ലേ? ചോര നിനക്ക് വരെ ഞങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാം. ഇത് ഈ കസേര ഉണ്ട്, ഇതിൻ്റെ സ്റ്റൂള് നേരെ ചോരത്തെന്ന് പറഞ്ഞ കുട്ടിക്കുള്ള ഗിഫ്റ്റ്. ഇനി ടോർച്ച് കേടേതാണോ അത് പാരനോർമൽ ആക്ടിവിറ്റി ആണോ എന്ന് മനസ്സിലാവണില്ലേ. ടോർച്ച് ഫുൾ ചാർജാണ്. കെട്ടുകൊണ്ട് ചെയ്യുക. പക്ഷെ നമുക്ക് വെളിച്ചോടി ഉണ്ട്, തൽക്കാലം അത് വെച്ച് യൂസ് ചെയ്യാം. പട്ടി വരയ്ക്കണ്ടല്ലോ. ശബ്ദം അവിടെ ദൂരെ നിന്ന് പട്ടി വരെ നമുക്ക് കേൾക്കുന്നു വന്നു. നമുക്ക് കുറച്ചൊരു ശബ്ദം കേട്ടു. കട്ട് ചെയ്ത് അറിയില്ലേ. ചോര ഇവിടെ ഉണ്ടോ? ഗെയിമിൻ്റെ റൂൾസ് അനുസരിച്ചൊന്നുമല്ല ഞാൻ കളിക്കണം കേട്ടോ. എനിക്ക് പോകാനൊന്നും പാടില്ല. പക്ഷേ നമ്മൾ ഗെയിം കളിച്ചു തുടങ്ങിയ സാഹചര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ വരുമ്പോൾ എനിക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റില്ലേ. എനിക്ക് വേണ്ടി ഞാനിവിടെ നിനക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, നിനക്ക് ഇങ്ങോട്ട് വരാം. എൻ്റെ രൂപം വന്നാൽ പോലും ഇതിൻ്റെ ബാക്കിൽ കൂടെ, അതായത് എൻ്റെ നേരെ ബാക്കിൽ കൂടെ ഗ്ലാസ് കൂടെ നോക്കണം എന്ന് പറയണം. ഒരു റെസ്പോൺസും കാണാനില്ല. പട്ടി വരെ കണ്ട്, പക്ഷെ വേറൊരു റെസ്പോൺസും കാണാനില്ല. ക്യാമറ ബ്ലറാവുണ്ട്. ചോര മാക്സിമം ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വിളിച്ചിട്ട്. അപ്പോൾ പറയാണ്, നിനക്ക് ഈ ഗിഫ്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ വീണ്ടും പറയട്ടെ,
എന്തിനാ 2 വീട്ടിലൂടെ എനിക്ക് ഈ ബൊമ്മ വേണമെങ്കിൽ എടുക്കാം. എന്തിനാ കണ്ണട എങ്ങനെയാണ് നോക്കിയേ വടിയോടാ വടി ഇവിടെ എത്തി പട്ടി ഒരുങ്ങില്ലോ. നീ ഇങ്ങോട്ട് വന്നെങ്കിൽ എനിക്ക് ബൊമ്മ എടുക്കാം. എനിക്കാണ് അവിടേക്ക് അതെങ്ങനെയാണ് എന്നോട് ചോദിക്കണേ. ബൊമ്മ നേരെ ഫോക്കസ് ആണെങ്കിൽ നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ബൊമ്മ എടുക്കാം. നീയാണോ ഇതൊക്കെ ചെയ്തത്? ഈ ഗ്ലാസ് വീത്തിട്ടുള്ളൂ ഈ ബൊമ്മ എനിക്കിതൊക്കെ എന്നാലും അതെന്നുണ്ടെങ്കിൽ രൂപത്തില്ലേ. നമ്മുടെ ഈ വീഡിയോ ഇവിടുന്ന് അവസാനിപ്പിക്കുക. ബൊമ്മ അനങ്ങിയെന്നുള്ളത് കറക്റ്റാണ്, ഗ്ലാസ് വീണെന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ എന്തുണ്ടായെന്ന് അറിയില്ല. നിനക്ക് ഒരോട്ടോട് ഇങ്ങനെ അനക്കാൻ പറ്റുമോ? അനക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് അനക്കാം. അങ്ങനെ ഇതാണ്ട് നീ എന്തുണ്ട് വന്നു ഇനി ഈ ഗെയിം ഞാൻ തുടരുന്നില്ല. മാക്സിമം ഏകദേശം സമയമായി തുടങ്ങി. പക്ഷേ റെസ്പോൺസ് ഒന്നും കാണാനില്ല. ബൊമ്മ എന്നല്ലാണ്ട് ഗ്ലാസ് വീഴെന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കണില്ല. കാരണം ടോർച്ച് ഇത് എന്താ പ്രശ്നമൊന്നും അറിയില്ല. ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനുള്ള ഒരു മൈൻഡിലായിരുന്നു. എനിക്ക് എന്തുണ്ടായിരുന്നു ഒരു കറക്റ്റായിട്ടൊരു ഇതുമില്ല. അപ്പോൾ ബൊമ്മ വീണു, ഗ്ലാസ് വീണു. ഞാൻ ചോദിച്ചപ്പോൾ രണ്ടാമത് ബൊമ്മ അനക്കി. പക്ഷേ എന്താ സംഭവം എന്നറിയില്ല. അവരാണെങ്കിൽ ആകെ ഷോക്കായിട്ട് പോലെ നിൽക്കണമല്ലേ അവിടെ ഇരിക്കണം. നോക്ക് കാണിക്കുന്ന പോലെ ഷോക്കായ പോലെ ആവും നിൽക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ. എന്താണെന്ന് എനിക്കറിയില്ല. ചിലവർ ഇത് വേറെ എന്തെങ്കിലും പണ്ട് വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഭാഗ്യം. മാക്സിമം ട്രൈ ചെയ്യാം. ബൈ.